17ഓളം ചെറുപ്പക്കാരെ ഖനിയുടെ ഉൾമടക്കുകളിൽ ഉപേക്ഷിച്ച് രക്ഷാദൌത്യം അവസാനിപ്പിച്ച രാജ്യത്തിന്റെ വഞ്ചനയിൽ ഹൃദയം പൊട്ടി വിലപിച്ചുകൊണ്ട് തന്റെ മകനെ തിരഞ്ഞുപോകുന്ന ഒരച്ഛന്റെ കഥയാണ് ഏറ്റവും ഒടുവിൽ മേഘാലയയിൽ നിന്ന് കേൾക്കുന്നത്. മേഘാലയയിലെ കിഴക്കൻ ജെയിൽഷ മലമടക്കുകളിലെ അനധികൃത കൽക്കരി ഖനികളിൽ ഒന്നിൽ കുടുങ്ങിയ 17ഓളം തൊഴിലാളികളെ രക്ഷിക്കാൻ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്ത്യൻ ഭരണകൂടം കാര്യമായ ഒരു ശ്രമവും നടത്തിയില്ല. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് ഇപ്പോൾ അയോധ്യയും ശബരിമലയുമാണ് ഇന്ത്യയുടെ നീറുന്ന പ്രശ്നങ്ങൾ. ബിജെപിയും സഖ്യകക്ഷിയും മേഘാലയ സർക്കാർ നിയമവിരുദ്ധ ഖനി മാഫിയയുടെ വാർത്തകൾ പൊതുശ്രദ്ധയിൽ വരാതെയിരിക്കുവാൻ ഈ സംഭവത്തെ തന്നെ പച്ചയ്ക്ക് കുഴിച്ചുമൂടുവാനാണ് ശ്രമിക്കുന്നത്. എലിക്കുഴികൾ എന്നറിയപ്പെടുന്ന ഖനിമടക്കുകളിൽ കുടുങ്ങിയവരെ കുറിച്ച് കണ്ണുനീർ പൊഴിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഒടുവിൽ തന്റെ മകനെ തിരഞ്ഞു പോകാൻ 70കാരനായ ഒരു ദരിദ്രവൃദ്ധൻ മുന്നിട്ടിറങ്ങുന്നത്. അസമിലെ ബംഗനാമാരി സ്വദേശിയായ സോലിബാർ റഹ്മാനാണ് മേഘാലയയിലെ അനധികൃത കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തന്റെ മകനെ തിരക്കി ഖനിയിലിറങ്ങാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 13-നാണ് സോലിബാറിന്റെ മകൻ മോനിറൽ ഇസ്ലാം ഉൾപ്പെടെ 17ലധികം പേർ മേഘാലയ കിഴക്കൻ ജെയിൽഷ മലമിടക്കുകളിലെ കൽക്കരി ഖനിയിൽ കുടുങ്ങിയിരിക്കുന്നത്. 380 അടി ആഴമുള്ള ഖനിയിലേക്ക് അടുത്തുള്ള നദിയിൽ നിന്ന് ശക്തമായി വെള്ളം കയറിയതോടെ എലിക്കുഴികൾ എന്നറിയപ്പെടുന്ന ഖനിയുടെ ആഴങ്ങളിൽ തൊഴിലാളികൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. 23 ദിവസമായിട്ടും ഇവരെ പറ്റി യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് പുറം ലോകം ഈ വിവരം അറിയുന്നത് തന്നെ. രക്ഷാപ്രവർത്തനം പേരിനെങ്കിലും തുടങ്ങിയതും അതിനുശേഷം മാത്രം. ക്രിസ്മസ് അവധിയായതോടെ അത് നിലയ്ക്കുകയും ചെയ്തു. ഭരണകൂടം കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് 19 വയസ്സുകാരൻ മോനിറുളിന്റെ പിതാവ് സോലിബാർ ഖനിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൽക്കരി ഖനിയിൽ 30 വർഷം ജോലി ചെയ്തവനാണ് ഞാൻ. അതിനുള്ളിലെ കാര്യങ്ങൾ എനിക്കറിയാം. എങ്ങനെയാണ് ഖനിയിലേക്ക് ഇറങ്ങേണ്ടതെന്നും കയറേണ്ടതെന്നും. എന്റെ മകൻ അതിനുള്ളിലുണ്ട്. ഞാൻ പോകും. എനിക്ക് അവനെ തിരഞ്ഞു പോയേ പറ്റൂ. കണ്ണുനീർ പോലും മരവിച്ച മിഴികളോടെ ശൂന്യതയിലേക്ക് നോക്കി അടക്കിപ്പിടിച്ച വികാരത്തോടെ ആ 70കാരനായ അച്ഛൻ പിറുപിറുക്കുമ്പോൾ നമുക്ക് മറുവാക്കില്ല. ഖനിയിലെ എന്റെ 30 വർഷത്തെ തൊഴിലിൽ ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളുടെ ശവശരീരങ്ങൾ ഖനിക്ക് പുറത്തേക്ക് ഞാൻ ചുമന്നെത്തിച്ചിട്ടുണ്ട്. 70 കഴിഞ്ഞ് തളർന്നു തുടങ്ങിയ തന്റെ ശരീരത്തിന് ഊർജം പകരാനായിട്ടായിരിക്കും ഓർമ്മകളിലേക്ക് തിരഞ്ഞ് ആ വൃദ്ധൻ ഒരിക്കൽ കൂടി ഖനിയിലേക്ക് പോകാൻ തനിക്ക് കഴിയുമെന്ന് തന്നെ പറയുന്നു. മേഘാലയയിലെ ആദ്യകാല ഖനി തൊഴിലാളികളിൽ ഒരാളാണ് സോലിബാർ റഹ്മാൻ. കറുത്ത സ്വർണമായ കൽക്കരി വാരാൻ ഖനിമാഫിയ തിരഞ്ഞു കണ്ടെത്തിയ അനുയോജ്യമായ ആകാരവടിവുള്ള പട്ടിണിക്കാരിൽ ഒരുവൻ. അവരിലാരും കുടുംബത്തിന്റെ ഒരു നേരത്തെ ആഹാരത്തിനപ്പുറം ഒന്നും നേടിയില്ല. അവരുടെ വിയർപ്പിൽ കുരുത്ത ഖനി മുതലാളിമാരാകട്ടെ ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അടുത്ത ചങ്ങാതിമാരാണ്. ആരോഗ്യം ക്ഷയിച്ച സോലിബാർ തൊഴിൽ നിർത്തിയിട്ട് 6 വർഷമേ ആയിട്ടുള്ളൂ. 3 ആൺമക്കളും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും വരെ ആ മനുഷ്യൻ എലിക്കുഴികൾ കയറിറങ്ങിക്കൊണ്ടിരുന്നു. മോനിറൂളിന്റെ മൂത്ത സഹോദരൻ മാണിക്കലിയും കൽക്കരി ഖനിയിലാണ് തൊഴിലെടുക്കുന്നത്. ഖനിയിലേക്ക് കയറിയ വെള്ളം സാധാരണ പമ്പുകൾ ഉപയോഗിച്ച് പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ കഴിയില്ലെന്ന് സോലിബാർ പറയുന്നു. സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കാത്തതെന്ന് വേദനയോടെ ആ വൃദ്ധൻ പറയുന്നു. തായ്ലാന്റിലെ ഗുഹയിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര സംഘത്തിനൊപ്പം ആളുകാട്ടാൻ സേനയെ അയച്ച നരേന്ദ്രമോദി മേഘാലയ ഇന്ത്യയിലാണെന്ന് തന്നെ മറന്നുപോയിരിക്കുന്നു. 17 തൊഴിലാളികൾ മരിച്ച് ചീഞ്ഞുനാറുന്ന ദുർഗന്ധം പോലും പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമങ്ങളുടെ വാമൂടിയിട്ടാണ് അദ്ദേഹം അടുത്തയാഴ്ച ശബരിമല സമരം നയിക്കാൻ കേരളത്തിലേക്ക് വരുന്നത്. മകനെ തിരഞ്ഞ് ഖനിയിലേക്ക് പോകുവാൻ മേഘാലയ സർക്കാരിനോട് അനുവാദം ചോദിച്ചു കാത്തിരിക്കുകയാണ് അദ്ദേഹം. ഇനിയും അധികൃതർ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. ഏതുവിധവും ഈ അധ്യായം കുഴിച്ചുമൂടാനുള്ള തീവ്രശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സമ്മതം നൽകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സോലിബാർ റഹ്മാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദരിദ്രനും വൃദ്ധനുമായ ആ അച്ഛന് മറ്റെന്തിനാണ് കഴിയുക? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.